ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന വചനത്തിന്റെ പ്രത്യേകത ഇത് ആദി മുതലുള്ളതാണ്. ആദിയുടെ സൃഷ്ടിപ്പിന്റെ കാലഘട്ടത്തിലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ മുതലേ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോട് കൂടെയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനത്തിന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം: നമ്മുടെ മേലിരിക്കുന്ന വചനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. മരണത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ മേൽ വസിക്കുന്നുവെന്ന് തിരിച്ചറിയണം. നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ മേൽ ഒരു ശക്തിയുണ്ട്. നമ്മുടെ മേൽ ക്രിസ്തു എന്ന ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ വസിക്കുകയാണ്. ഏത് മരണത്തിന്റെ അനുഭവത്തിനകത്തും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ ശക്തിയുള്ള ഒരു ജീവനുള്ള വചനമാണ് ഈ വചനം. ഈ വചനം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ അസാധ്യമാണെന്ന് പറയുന്ന വിഷയത്തിന് മേലും നാം വാ തുറന്ന് പറയുക: എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എത്ര വലിയ അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നാലും നമ്മൾ ഈ വചനത്തെ വെച്ച് പറയുക: എൻ്റെ മേൽ വസിക്കുന്ന ഈ ലോകത്തെക്കാൾ വലിയവനായ ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളത് കൊണ്ട് എൻ്റെ മുമ്പിൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ ശക്തനാണ്, ഞാൻ മുൻപോട്ട് പോകുക തന്നെ ചെയ്യും.